ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എർത്ത് ലവേഴ്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഈ കഴിഞ്ഞ നെഹ്റു ട്രോഫിക്ക് ചെന്നിത്തല ബോട്ട് ക്ലബിൻ്റെ കൂടെ ചെന്നിത്തലയിലായിരുന്നു പരിശീലനം. ആ സമയത്ത് അവിടെ ഒന്ന് രണ്ട് മഞ്ഞക്കൂര് പിടിക്കുന്ന ഒരു ട്രാപ്പ് നമ്മൾ കണ്ടായിരുന്നു. അത് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതായത് അതായത് 6-ന്റെ കമ്പി കൊണ്ട് ബോക്സ് അടിച്ചിട്ട് വല ചുറ്റിയിട്ട് വല ബോക്സിൽ കവർ ചെയ്തിട്ട് നമ്മുടെ 1.5 ലിറ്ററിൻ്റെ സോഡാ കുപ്പി അത് വെട്ടി ട്രാപ്പ് അതിൻ്റെ നാക്ക് പോലെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ കാണിക്കാം എന്നാ സംഭവം എന്നുള്ളത്. ഇത് ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ കണക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹെഡ് ഫുള്ള് മാറി 2 സ്ലോട്ട് പുതിയതിട്ടാൽ മതി. എർത്ത് സെറ്റ് ചെയ്തോ? രണ്ടടി മതി. 2 അടി ചതുരം, 1.5 അടി ഹൈറ്റ്. സ്ക്വയർ എടുത്തായിരുന്നോടാ? അങ്ങനെ വേണ്ടത് ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ബോക്സ് നമ്മൾ അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നെറ്റ്വർക്കാണ് പരിപാടി. നെറ്റ്വർക്കും മറ്റു കാര്യങ്ങളും അതിൻ്റെ നാക്കും എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം. വലിച്ചു നീട്ടിയാൽ ബോറടിക്കും. ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നലെ തുടങ്ങി വെച്ച 2 ദിവസമായി ഇത് നമ്മൾ പണി തുടങ്ങിയിട്ട് ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ നമ്മുടെ പുതിയ കൂട് നമ്മൾ ഒരു സ്ഥലത്ത് കണ്ടു എന്ന് പറഞ്ഞില്ലേ, അത് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ബോക്സാണ് ഇതൊരുവിധം ടൈറ്റാണ്. ഇതുണ്ടോ, നെറ്റും ടൈറ്റാണ്. നമ്മുടെ നാക്ക് കുപ്പി വെട്ടിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇതിൽ 4 നാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മളൊരു വല സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലയ്ക്കകത്താണ് നമ്മൾ തീറ്റി സെറ്റ് ചെയ്യുന്നത്. കോഴി വേസ്റ്റോ, മീൻ കടയിൽ നിന്ന് മീൻ വെട്ടുന്ന വേസ്റ്റോ, അതിൽ നമ്മൾ വീട്ടിൽ നിന്ന് മീൻ വെട്ടുന്ന വേസ്റ്റോ എന്തൊക്കെയായാലും ഇടാൻ പറ്റും. കാരണം ഈ വലയ്ക്കകത്ത് ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് തിന്ന് തീർക്കരുത്. അതായത് 1-2 മീൻ കയറി കഴിഞ്ഞാൽ മീൻ തിന്ന് തീർത്ത് കഴിഞ്ഞാൽ നമ്മുടെ തീറ്റി തിന്ന് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ കയറില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഞാൻ തീർത്തായിരുന്നു. അതിനകത്ത് ജസ്റ്റ് ഒരു കപ്പയൊക്കെ ഇട്ട് ആറ്റി വെച്ച്
ഇതിനകത്ത് 1-2 പള്ളത്തി മാത്രമേ കയറിയുള്ളൂ. നമ്മൾ ഉദ്ദേശം മഞ്ഞക്കൂരി മാത്രമാണ്. പിന്നെ തൂളിയൊക്കെ കിട്ടുമായിരിക്കും. അപ്പോൾ ഇത് ഇപ്പോൾ തീരുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അച്ചാച്ചൻ പോയിട്ട് ഇതിനകത്ത് ഇടാനുള്ള വേസ്റ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. അച്ചാച്ചൻ വന്നു കഴിയുമ്പോൾ ഇത് നമ്മൾ സെറ്റ് ചെയ്ത് ആറ്റിലെവിടെയെങ്കിലും ഇടും. എന്നിട്ട് അടുത്ത ദിവസം പോയി നോക്കും. ഇതുണ്ടോ, ഇത് ബാലൻസ്ഡ് ആണ്. കയറൊക്കെ കെട്ടിയിട്ടുണ്ട്, വള്ളി കെട്ടിയിറക്കാം. എന്തോ സൂപ്പറാണ്. 4 മീൻ കയറാൻ പരുവത്തിൽ 4 നാക്ക് വെച്ചിട്ടുണ്ട്. നാക്കെന്ന് ഉദ്ദേശിക്കുന്ന മീൻ കയറുന്ന കവാടത്തിനാണ്. സാധാരണ മീൻ കൂടുകൾക്കൊക്കെ നാക്കെന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നമ്മുടെ നാട്ടിൽ സക്സസ് ആണെങ്കിൽ നമ്മളിത് കണക്കത്തൊരു 10 എണ്ണം ഉണ്ടാക്കാനാണ് പദ്ധതി. സുഹൃത്തുക്കളെ, നമ്മൾ ഇതിനകത്ത് തീറ്റയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കോഴിക്കുടലും താറാവിൻ്റെ വേസ്റ്റും കൂടെയാണ്. അതായത് താറാവ് കട്ട് ചെയ്യുന്നിടത്തുനിന്ന് എടുത്തുകൊണ്ട് വന്ന വേസ്റ്റാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. തീറ്റ സെറ്റ് ചെയ്ത് നമ്മൾ കാണിക്കാഞ്ഞാൽ പലർക്കും അതൊരു ഇറിറ്റേഷൻ ആകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മളതങ്ങനെ കാണിക്കാഞ്ഞത്. നമ്മൾ ഇതിനകത്ത് വേസ്റ്റ് തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ പുഴയുടെ നടുക്ക് 1-2 കടവിൽ കിടപ്പുണ്ട്. അവിടെ ഞാൻ കാണിച്ചു തരാം. അവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ആ കടലിന് ചുറ്റും കഴിഞ്ഞ ദിവസം നമ്മൾ വലയിട്ടപ്പോൾ നമുക്ക് മഞ്ഞക്കൂരി കിട്ടിയായിരുന്നു. അതിൻ്റെയും കൂടെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ കൊണ്ടുവെക്കാമെന്ന് കരുതുന്നത്. പോവാച്ചാ, നിനക്കും എടുക്കാം കേട്ടോ. നീയും എടുത്ത് ഓരണം. ഇല്ല, ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് വേസ്റ്റ് വരുന്ന കൂടിനകത്ത് കഴുന്ന അങ്ങനെ പിടിക്കാറില്ല. ഇപ്പം പോലെ കയറ്റം തുടങ്ങും. അത് പോള വാരിയ ചരടായിട്ട് അങ്ങനെ നമ്മളിങ്ങനെ പൂള വാരി വെച്ച് നൂലടക്കുന്നേ ചിലപ്പോൾ സ്നേഹക്കൂടുതലുള്ള ആരെങ്കിലും വന്ന് സഹായിച്ചാലോ. അപ്പോൾ ഒരു കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പുറം ഒരെണ്ണം കൂടെ സെറ്റ് ചെയ്യണം. റിസൾട്ട് സക്സസ് ആകണം. നമ്മൾ ഇത് കണക്കത്ത് വേറെ ഉണ്ടാക്കും. വരുന്നു എണ്ണം കണ്ടു. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ശുഭപ്രതീക്ഷയോടെ നാളെ കാണാം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ പുതിയതായിട്ടുണ്ടാക്കിയ ട്രാപ്പ് നമ്മൾ സെറ്റ് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ നമ്മളത് പൊക്കാൻ പോവാണ്. രാവിലെയാണ്, നല്ല മഞ്ഞുണ്ട്. രാവിലെ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ, അതിരാവിലെ എന്ന് പറയാനൊന്നും പറ്റത്തില്ല. ഒരു 7:30 സമയം. എന്നിട്ട് നല്ല മഞ്ഞാണ്. മഞ്ഞ് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ നല്ല തണുപ്പാണ്. നല്ല തണുപ്പാണ്. പാടത്തേക്കൊക്കെ പോകുന്ന ആൾക്കാർ ചെറിയ ചെറിയ ബോട്ടുകളിലാണ് പോകുന്നത്. അതാണ് ഇവിടെ ഭയങ്കര സൗണ്ട് എപ്പോഴും ഉള്ളത്. രാവിലെ എപ്പോഴും നല്ല സൗണ്ടായിരുന്നു. വെറുതെ ഇങ്ങനെ കയറി കുത്തിയിരിക്കാതെ പണിയെടുക്കടേ, മുങ്ങടേ, ചാട്. സമയമായില്ല തോന്നല്ലേ. പൊടി വെക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു പാടെ.
വെയിൽ ഇറക്കുമ്പോഴേ ചാടത്തുള്ളൂ. എവിടാ? പുറത്തോട്ടൊക്കെയാണ് കിടക്കുന്നത്. കുറച്ച് പരല് സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കാം. ഒരെണ്ണം കൂടെ പൊക്കാനുണ്ടല്ലോ. പരല് വേണോ? വേണ്ട, അതിനകത്തിടണ്ട. വരഞ്ഞെടുത്തു. അത് കിടുക്കൻ ഉരുളം പരലാണല്ലോ രണ്ടെണ്ണം. ഉരുളം പരല് ധാരാളം കിട്ടുവാണെങ്കിൽ പാളത്തിൽ കൊണ്ടുവരണം. പക്ഷെ അത് കിട്ടണില്ല. കുപ്പി ട്രാപ്പ് ഉണ്ടാക്കിയാൽ കിട്ടുമായിരിക്കും. മണിക്കൂട്ടിന് കൊടുത്തു. കൂടെ ഇത് രണ്ട് ടൈപ്പ് പരലായത്. ഇതൊന്ന് പൂവാലിപ്പരൽ വലത്തെ കയ്യിലിരിക്കുന്നത്, ഇടത്തെ കയ്യിലിരിക്കുന്നത് ഉരുളം പരൽ. പൂവാലിപ്പരലിൻ്റെ പുറയിൽ ഇതുപോലെ ഷെയ്ഡുകൾ വരുന്നതാണ്. പക്ഷേ ഇത് കുറച്ചുകൂടെ സിൽവർ കളർ വൈറ്റാണ്. അങ്ങനെയല്ലാണ്ടോ ഇപ്പോഴും ചക്ക വീണ് മൊയില് കത്തില്ലല്ലോ അല്ലേ? താഴെമുട്ടിയില്ലല്ലേ? ഇല്ല, കയറ് ലൂസ് ആകത്തില്ലല്ലോ. താഴെ മുട്ടിയില്ല, കയറ് ലൂസ് ആകത്തില്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഒരു കൂട് നോക്കിയിട്ട് നമ്മൾ കിട്ടിയത് ഒരു മഞ്ഞക്കൂരിയാണ്. രണ്ടാമത്തെ കൂട് നോക്കുമ്പോൾ ഒരെണ്ണം കൂടെ കിട്ടുമായിരിക്കും. ഇതിനകത്ത് വരലാണോ? ഓളം ഓടിക്കുന്നില്ലേ? ഓളടിക്കാൻ തുഴയുന്ന നിറച്ച് പരല പരലെങ്കിൽ പരലല്ലോ. തിരക്കിടാൻ പറ്റത്തില്ല. നോക്കത്താൻ്റെ വീട്ടിൽ നമുക്കാനായിട്ട് എത്തുമോ? ഇല്ല, എത്തിക്കില്ല. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഉദ്ദേശിച്ച മീൻ നമുക്ക് കിട്ടിയില്ല. പക്ഷേ നമുക്ക് മീൻ കിട്ടി. വരും ദിവസങ്ങളിൽ നമുക്ക് മീൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്.
അതിനകത്ത് മീൻ കിട്ടേണ്ടതാണ്. ചിലപ്പം ഈ പരൽ മൊത്തം കയറി കിടന്നുകൊണ്ടാവാം മറ്റു മീനുകൾ കയറാഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. കയറ് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇതാണ് നമുക്കിന്ന് കിട്ടിയ മീൻ. അമ്മയ്ക്ക് വെട്ടി ഉണങ്ങാൻ മീനാണ് ഇന്നത്തേക്ക്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇത്തരം ട്രാപ്പുകൾ നമ്മൾ കൂടുതൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ മീൻ പിടിക്കുന്നതായിരിക്കും. അപ്പം ഇത് കണക്ക് ഒരു സാധനം നിങ്ങളുടെ ഇത്ര പുഴയോരത്താണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ഉണ്ടാക്കിയാൽ കറിക്കുള്ള മീൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കത്തില്ല. തീറ്റ നമ്മൾ അയലോകത്തെ കോഴിക്കടയിൽ നിന്നോ താറാവ് വെട്ടുന്നിടത്തുനിന്നോ അല്ലെങ്കിൽ മീൻ കടയിൽ നിന്ന് മീൻ വെട്ടിക്കൊടുക്കുന്ന മീൻ കടയിൽ നിന്നോ ഒക്കെ അതിൻ്റെ വേസ്റ്റ് എടുത്ത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ധാരാളം മീൻ കിട്ടുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരാശരി ഒരു ദിവസം ഒരു വീട്ടിൽ ഒരു 100 രൂപ 200 രൂപയ്ക്കൊക്കെ മീൻ മേടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത്രയും ഒരു സാധനം സെറ്റ് ചെയ്യുകയാണെങ്കിൽ എന്നും മീൻ കിട്ടും. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു മിനിമം ഒരു 5000 തൊട്ട് 6000 രൂപ വരെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അത് തന്നെയല്ല, നമുക്ക് മീൻ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സുഖം വേറെയാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്ത് കാണുമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതാണ്.